മാഡം ഇപ്പോൾ CWC ചെയർപേഴ്സൺ ഷാനിബ ചേരുന്നുണ്ട്. നമസ്കാരം മാഡം, കേൾക്കാമോ? നമസ്കാരം. ഇപ്പോൾ കുട്ടിയെ കണ്ടുകിട്ടിയിട്ടുണ്ടല്ലോ, കുട്ടിയെ CWCയിൽ എത്തിക്കുമെന്നാണോ? നമുക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ കുട്ടിയെ എത്തിക്കുമോ? തീർച്ചയായും. ഇപ്പോൾ ഞാൻ വിശാഖപട്ടണം മലയാളി സമാജവുമായി ബന്ധപ്പെട്ടിരുന്നു. മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ഒരു ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അപ്പോൾ കുട്ടി ഇപ്പോൾ ആരോഗ്യവതിയാണ്. അവൾക്ക് ആകെ അവശ നിലയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാത്തതിന്റെ ഒരു അവശത ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. കുഞ്ഞ് ഒരു വണ്ടിക്കകത്ത് ബസ്സിലാണോ ട്രെയിനിലാണോ എന്തായാലും അവിടെ കുറച്ച് സ്ത്രീകളോടൊപ്പമാണ് കണ്ടത്. ആ സ്ത്രീകൾ ഈ കുട്ടിയുടെ അവകാശവാദം ഉന്നയിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അതൊരു വിഷമം ഉണ്ടാക്കി. പക്ഷെ എന്നാലും മലയാളി സമാജം ശക്തമായി ഇടപെട്ടത് കൊണ്ട് ആ സ്ത്രീകളുടെ കയ്യിൽ നിന്നും കുട്ടിയെ മോചിപ്പിച്ചു. എന്തായാലും അവരുടെ കുട്ടിയല്ല എന്നവർ പറയുകയുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടി ഇപ്പോൾ സുരക്ഷിതയാണ്. കുട്ടിയെ ഉടൻ തന്നെ വിശാഖപട്ടണം CWCയിൽ ഷെൽട്ടർ ചെയ്യാനായിട്ട് അവരെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. നാളെ അത് ഞാനിപ്പോൾ CWCയുമായും ബന്ധപ്പെടും, വിശാഖപട്ടണം CWCയുമായി ബന്ധപ്പെടും. എന്നിട്ട് കുട്ടിയെ നാളെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്, ഇവിടെ നിന്ന് ആള് പോകണമെന്നുണ്ടോ അതോ അവിടുന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നുള്ളത് ഞാൻ CWCയുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി പറയാം. ഈ വിശാഖപട്ടണത്തെ CWCയുമായി ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഓൾറെഡി അവര് വിവരം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞു എന്നാണ് നമ്മുടെ മലയാളി സമാജം പറഞ്ഞത്. അപ്പോൾ അവര് തന്നെ ഈ വിശാഖപട്ടണം CWCയിലേക്ക് ഈ കുട്ടിക്ക് ഷെൽട്ടർ കൊടുക്കുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കുട്ടി ഇപ്പോൾ ഉള്ളത് RPFന്റെ കയ്യിലും ഈ മലയാളി സമാജം പ്രവർത്തകരുടെ കൂടെയാണ് അല്ലേ? പ്രവർത്തകരുടെ കൂടെയാണ്, അതെ. അതായത് കുട്ടി ട്രെയിനിൽ ബർത്തിലായിട്ട് തളർന്നു കിടക്കുകയായിരുന്നു എന്നാണോ അവർ പറഞ്ഞത് മാഡത്തിനോട്? കുറച്ച് അതെ. കുട്ടി ഒരു വിശന്നിട്ട്, അതായത് ആഹാരം കഴിക്കാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവൾ സുരക്ഷിതമായിരിക്കുന്നു എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ള വാർത്ത. ഇനിയിപ്പോൾ ഈ രാത്രി ഒന്നും കുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമാണോ? കൊണ്ടുവരും. ഇല്ല, ഇപ്പൊ കുട്ടിയെ അവിടെ ഷെൽട്ടർ ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം അതിന്റെ പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ. ഇപ്പൊ അവിടെ ചെന്നു. അപ്പൊ അതിന്റെ കുറച്ച് പ്രൊസീജിയറുകൾ ഉണ്ടാവും. അതിന് കുട്ടിക്ക് ഇപ്പൊ വേണ്ടത് അത്യാവശ്യമായും ഷെൽട്ടറാണ്. അവള് കുറച്ച് സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം തീരുമാനിക്കും. മാഡം, മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചോ? ഈ അന്വേഷണ സംഘം നിങ്ങളുമായി ബന്ധപ്പെട്ടോ? അന്വേഷണ സംഘം ഇന്നലെ മുതലേ ഞങ്ങൾ ഉറങ്ങാതെ ഇവിടുത്തെ പോലീസും പത്രക്കാരും ഒന്നടങ്കം എല്ലാവരും ചാനലും ഒക്കെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഇന്നലെ മുഴുവൻ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ത്രൂ ഔട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാലക്കാടും തൃശ്ശൂരും ഒക്കെ ആയിട്ടുള്ള RPFും മറ്റുള്ള സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു, പോലീസും എല്ലാമായിട്ട്. ഇപ്പൊ ഈ ചെന്നൈയിലേക്ക് തിരിച്ച പറയൂ. പോലീസ്, കഴക്കൂട്ടം പോലീസും മറ്റുള്ള പോലീസും ഓരോ സ്ഥലത്തെയും പോലീസും ചാനലുകളും പത്രവും ഒക്കെ എടുത്ത ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, സർക്കാർ സംവിധാനങ്ങളും എടുത്ത ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, അത് ഒരു എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. CWCയുടെ നന്ദി എല്ലാവർക്കും ഈ സമയത്ത് CWCയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഞാൻ അറിയിക്കുകയും കൂടെയാണ്. മാഡം, എന്ത് സംഭവിച്ചു എന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ച് ഇപ്പൊ ഈ കുട്ടിയെ കണ്ടെത്തുമ്പോൾ കൂടെ ഒരു സംഘമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അവരെ കുട്ടിയുടെ സ്ത്രീകൾ എന്തായാലും കുറച്ച് സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ തട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല. ഇവൾ ഒറ്റയ്ക്ക് പോയപ്പോ കണ്ടതായിരിക്കാം. ബാക്കി അതിനെക്കുറിച്ചെല്ലാം ഈ കുഞ്ഞ് വന്നാലും കുഞ്ഞിനോട് ഒന്ന് സംസാരിക്കും. കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് ലഭ്യമാകും. ഇപ്പൊ എന്തായാലും അവള് സുരക്ഷിതയാണ് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇതിപ്പോൾ ചെന്നൈയിലേക്ക് തിരിച്ച അന്വേഷണ സംഘം തിരിച്ചു മടങ്ങുകയാണ്. അവർ എന്തായാലും കുട്ടിയുടെ അടുത്തെത്തും. ഇന്ന് പറ്റുമെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയുമായിരിക്കും അല്ലേ? എന്തായാലും കുട്ടി സുരക്ഷിതയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറെ സന്തോഷകരമായിട്ടുള്ളത് അല്ലേ മാഡം? വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇപ്പൊ തന്നെ കഴക്കൂട്ടം ACPയുമായിട്ടൊക്കെ ഞാൻ ഇപ്പൊ സംസാരിക്കും. എങ്ങനെയാണ് അവരിനി അങ്ങോട്ട് പോകുമോ എന്നുള്ളത്. ബാക്കി അതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് എന്തായാലും കുട്ടിയുടെ കൂടെ ഉണ്ടാവും. കുട്ടിയുടെ അടുത്തേക്ക് തന്നെ അവർ പോകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല.
മാഡം, ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്, അതായത് മലയാളി സമാജം പ്രവർത്തകർ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. അതായത് അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ ഈ കുട്ടി ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിലേക്കൊന്നും യഥാർത്ഥത്തിൽ എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഇല്ല അന്വേഷണ സംഘം ഓരോയിടത്തും അന്വേഷണ സംഘം ഓരോ റെയിൽവേ സ്റ്റേഷനിലും അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് ട്രെയിനിലാണെങ്കിലും കയറി പരിശോധിക്കാൻ പറ്റുന്ന തരത്തിൽ പോലീസ് അലേർട്ട് ആയിരുന്നു. അങ്ങനെ തന്നെയാണ് അത് പോലീസ് അന്വേഷണ സംഘം വളരെ ഭംഗിയായിട്ടാണ് അവരുടെ ജോലി നിർവഹിച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഇന്നലെ രാത്രി കൊണ്ട് അറിയാൻ കഴിയുന്നതാണ്. ഇന്നലെ ഫുൾ നൈറ്റ് അറിയാൻ കഴിയുന്നതാണ്. ഇന്ന് പകലും മുഴുവൻ അതൊരു വാശി പോലെ അവര് പ്രവർത്തിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നന്നായി പ്രവർത്തിച്ചു. ഈ കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം അപ്പോൾ നാളെ തീരുമാനിക്കുമെന്നാണ് മാഡം പറഞ്ഞത്, അല്ലേ? ഇന്ന് തന്നെ തീരുമാനിക്കും. CWC വിശാഖപട്ടണവുമായി ഇപ്പൊ ബന്ധപ്പെടും. പിന്നെ പോലീസ് അന്വേഷണ സംഘവുമായി ഇപ്പൊ ബന്ധപ്പെടും. അവര് ആ രണ്ടുപേരെ കൂടിയാണ് എനിക്ക് കിട്ടാനുള്ളത്. അതിപ്പോ തന്നെ ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. എന്തായാലും കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. കുട്ടി ആ ആയതുകൊണ്ട്, വിശാഖപട്ടണത്തായതുകൊണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ ഇപ്പൊ രാത്രി ഈ കുഞ്ഞിന് ഷെൽട്ടറാണ് ആവശ്യം. അത് നടക്കട്ടെ എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. ശരി മാഡം, എന്തായാലും പ്രതികരിച്ചതിന് നന്ദി. CWC ചെയർപേഴ്സൺ ഷാനിബയാണ് ഇപ്പോൾ പ്രതികരിച്ചത്.